നിങ്ങൾ കരുനാഗപ്പള്ളി പാർട്ടി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കണ്ടിട്ട് നിങ്ങൾ ചോദിക്കണം. പാർട്ടി അംഗങ്ങളായിട്ടുള്ള പാർട്ടിയുടെ ഓരോ ഘടകങ്ങളും ഇരിക്കുന്നത് ഞങ്ങളെ എന്തിനിവിടെ പോലീസിനെ ഉപയോഗിച്ച് തടഞ്ഞു? ഞങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല. ഞങ്ങൾ ഇന്നലത്തെ വിഷയങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയോട് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. ഞങ്ങളെ അകത്തോട്ട് കടത്താതെ ഈ പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് തടഞ്ഞ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണം. ഞങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല. ഞങ്ങളുടെ ആയുധമില്ല, നാക്കല്ലാതെ മറ്റൊരു ആയുധം ഞങ്ങളുടെ ഇല്ല. അപ്പൊ അതുകൊണ്ട് അത് നിങ്ങൾ അവരോട് ചോദിക്കണം, എന്തിനു പോലീസിനെ ഉപയോഗിച്ച് ഞങ്ങൾ തടഞ്ഞു വന്നു. അതിനുവേണ്ടി റിപ്പോർട്ട് ചെയ്യാണ്ട് അതിനുള്ള കാര്യങ്ങൾ ചെയ്യണം. ചോദ്യം അവിടെ നിങ്ങൾ ചോദിച്ചിട്ടോ? സമരത്തിൽ നിന്ന് പിൻവാങ്ങുന്നില്ല. ഞങ്ങൾ സമരമല്ല, ഞങ്ങൾ ഏരിയ കമ്മിറ്റി സെക്രട്ടറിയെ കണ്ട് ഇന്നലെ നടന്ന കുരിശുവിടുത്തെ ലോക്കൽ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കരുനാഗപ്പള്ളി വിവിധ ലോക്കൽ കമ്മിറ്റികളിൽ ലോക്കൽ സമ്മേളനങ്ങൾ നടന്ന അനീതി ബോധ്യപ്പെടുത്താൻ വേണ്ടി വന്നതാ. ആക്രമിക്കാനും സമരത്തിനും വന്നതല്ല. പക്ഷെ ഞങ്ങളിവിടെ തടഞ്ഞുകൊണ്ടാണ് ഞങ്ങൾ മുദ്രാവാക്യം വിളിക്കുന്നത്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് ബോധമുള്ളവരാണ്. കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിക്കെതിരല്ല, ഞങ്ങൾ പാർട്ടിയിലുള്ളവരാണ്. ഇന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അദ്ദേഹത്തെ ആ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് നിങ്ങളുടെ നിലപാട്? ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ കുരിശുവിടുത്തെ മണ്ണിൽ CPM-ന്റെ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി ആയിട്ട് പെണ്ണുപിടിയായ HS സലാമിനെ അനുവദിക്കത്തില്ല. ഞങ്ങൾ ഈ പാർട്ടിയിൽ തന്നെ കാണും, പാർട്ടിയിൽ നിന്ന് പൊരുതും. ഞങ്ങളാണ് പാർട്ടി, അവരല്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങളിവിടെ ഈ പോലീസ് വേണ്ടി തടഞ്ഞ എന്തിനാണെന്ന് നിങ്ങൾ മാധ്യമപ്രവർത്തകർ ചോദിച്ച് മനസ്സിലാക്കണം. ആരാണ് ഇതിന് ഓർഡർ കൊടുത്തത്? ഇവരെ വിളിച്ചു വരുത്തി ആരാന്ന് അന്വേഷിക്കണം. ഞങ്ങൾ അക്രമാസക്തരായിട്ടാണോ നിൽക്കുന്നത്? അപ്പൊ അത് നിങ്ങൾ അന്വേഷിക്കണം. ഇപ്പോൾ ഏതായാലും CPM ഏരിയ നേതൃത്വത്തെ കണ്ടതിന് ശേഷം മാത്രമേ മടങ്ങിപ്പോകൂ എന്നാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധവുമായി എത്തിയ ആളുകൾ പറയുന്നത്. ഇപ്പോഴും മുദ്രാവാക്യം വിളിയുമായി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ ഈ പ്രവർത്തകർ തുടരുകയാണ്. പ്രവീൺ, ഏരിയ സെക്രട്ടറി ഓഫീസിലുണ്ടോ? അദ്ദേഹം ഒന്ന് ഇറങ്ങി വന്നാൽ ഈ പ്രതിഷേധം തീരും. സുജയ, ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ നേതാക്കൾ ഉണ്ട് എന്നാണ് നാം മനസ്സിലാക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ സമരവുമായി വന്നിരിക്കുന്ന ഈ പ്രവർത്തകരുമായി സംസാരിക്കാൻ CPIM ഏരിയ നേതൃത്വം തയ്യാറായിട്ടില്ല. അതാണ് ഇപ്പോൾ ഈ പ്രവർത്തകരുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യവും. ഏരിയ നേതൃത്വം ഇതിന് ഒരു മറുപടി നൽകണം. ഒപ്പം തന്നെ ഇന്നലെ തെരഞ്ഞെടുക്കപ്പെട്ട CPIM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി, ഒപ്പം തന്നെ മറ്റ് കരുനാഗപ്പള്ളിയിൽ പരസ്യ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നു. CPIM-ന്റെ കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് പരസ്യ പ്രതിഷേധം നടക്കുന്നത്. അവിടെ പോലീസ് സന്നാഹവുമുണ്ട്. ഈ പ്രതിഷേധത്തോട് എന്താണ് നേതൃത്വം നൽകുന്ന മറുപടി എന്നതറിയാൻ നമുക്ക് കാത്തിരിക്കാം.